Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോട്ടീൻ ലഡ്ഡു ആണ്. ഫയർലെസ് കുക്കിംഗ് റെസിപ്പിയാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അറേസ് ഫാമിലി. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിനെ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ ലഡ്ഡു ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് ആ 2 ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ നിലക്കടലയും പിന്നെ ശർക്കരയും. അപ്പോൾ നിലക്കടല ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. വറുത്ത നിലക്കടലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കടയിൽ ചോദിച്ചാൽ നമുക്കിങ്ങനെ വറുത്ത നിലക്കടല കിട്ടും. അപ്പോൾ അത് മാത്രം വാങ്ങിച്ചാൽ മതി. അഥവാ നിങ്ങളുടെ കയ്യിൽ പച്ച കടലയാണ് ഉള്ളതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വെക്കുക. എന്നിട്ട് ആ കോമ്പറ്റീഷന് പോകുമ്പോൾ ഇതിങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. അതൊരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് നിലക്കടലയും 1/4 കപ്പ് ശർക്കരയും അങ്ങനത്തെ ഒരു റേഷ്യോയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ശർക്കരയും നിലക്കടലയും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ഒന്നിച്ചിട്ട് തന്നെ ഇവിടെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ നിലക്കടലയും ശർക്കരയും നല്ലപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ലഡ്ഡുയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പൊടിച്ചെടുത്ത ഉടനെ തന്നെ നമ്മൾ വേഗം ഒന്ന് ടൈറ്റായിട്ട് ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ലഡ്ഡുയുടെ ഷേപ്പിൽ കിട്ടും. നെയ്യുടെയോ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ നമുക്കിത് ഇതുപോലെ ഷേപ്പിൽ കിട്ടും. ഇനി ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർക്കാം. അതില്ലെങ്കിലും നല്ല ടേസ്റ്റ്, നമ്മുടെ ഈ കടല മിഠായിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ലഡ്ഡു ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ലഡ്ഡു കൂടിയാണ്. തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും വളരെയധികം യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ അറേസ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.